ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നോ ബേക്ക് സ്ട്രോബെറി ചീസ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇരുന്നൂറ് ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് ചേർക്കാം. 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർക്കാം. ഇനി അത് നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് നല്ലതായിട്ട് അമർത്തി ഒന്ന് ബിസ്ക്കറ്റ് നല്ല സെറ്റാക്കാൻ വെക്കാം. ഇനി ഇത് ഫ്രീസറിൽ അരമണിക്കൂർ വെക്കാം. ബൗളിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ചേർക്കാം. റൂം ടെമ്പറേച്ചറുള്ള ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ ചീസ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇനി 1/2 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. വിപ്പിംഗ് ക്രീം നമ്മുടെ കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബിസ്ക്കറ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ നമ്മൾ അടിച്ചെടുത്തത് ചേർക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ ഇടുമ്പം വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ സ്ട്രോബെറി ചീസ് കേക്ക്. എല്ലാ സൈഡിലേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെക്കാം. സ്ട്രോബെറി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പാനിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സ്ട്രോബെറി ചേർക്കാം. ഇത് അത്യാവശ്യം വലുതായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സ്ട്രോബെറിന്നൊക്കെ അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം സ്ട്രോബെറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലോർ മിശ്രിതം ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി ഇടണം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ വിപ്പിംഗ് ക്രീം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തണുത്ത സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സ്ട്രോബെറി നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഇടുന്നതുകൊണ്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. സ്ട്രോബെറി ഇല്ലെങ്കിൽ സ്ട്രോബെറി ജാമും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ സൈഡിലേക്കും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള 2 സ്ട്രോബെറിയും കൂടെ വെക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ 7 തൊട്ട് 8 മണിക്കൂർ വെക്കാം. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇപ്പം 7 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ നോ ബേക്ക് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡിൽ നിന്നുള്ള ബട്ടർ പേപ്പർ മാറ്റാം. മൂന്ന് ലെയറും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്ട്രോബെറി ചീസ് കേക്കാണിത്. കണ്ട നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
നമുക്ക് ആ 3 ലെയറും കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.